ഹബീബായ നബി തങ്ങൾ പറയുന്നു ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ. ആ 5 വഖ്ത് നമസ്കാരങ്ങൾ ഒരു മനുഷ്യൻ നിലനിർത്തിയാൽ, ളുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശാഉണ്ട്, സുബ്ഹ് നമസ്കാരമുണ്ട്, നിലനിർത്തി കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറയാണ് ഫഖദ് അഖാമദ്ദീൻ, തീർച്ചയായും അവൻ അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്തിയവനാണ്, അവനൊരു ദീനിയായ മനുഷ്യനാണ്. ഇനിയോ ആരെങ്കിലും അതിൽ നിന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന്, സുബ്ഹ് നമസ്കാരം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ളുഹർ നമസ്കാരം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മഗ്രിബ് ഉപേക്ഷിച്ചു, അസ്ർ ഉപേക്ഷിച്ചു, ഇശാ ഉപേക്ഷിച്ചു, വമൻ തറകഹാ, ആ നിസ്കാരങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു വഖ്തിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനിനെ പൊളിച്ചവനാണ്. പിന്നെ അവൻ ഒരു ദീനിയായ മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല, അവനെ പറ്റി മുസ്ലിം എന്ന് പറയാൻ പാടില്ല. മഹാനാകുന്ന അഹ്മദ് ഇമാമിന്റെ അരികിലും ഹംബലി ഇമാമിന്റെ അരികിലും ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിന് മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, മൻ തറക സ്വലാത മുതഅമ്മിദാ, മനഃപൂർവ്വം നിസ്കാരത്തിന് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അഹ്മദ് ഇമാമിന്റെ അരികിലും ഹംബലി ഇമാമിന്റെ അരികിലും അവൻ കാഫിറാണ്. ശാഫിഈ മദ്ഹബിൽ ചെറിയ അളവുണ്ട്. അവരുടെ ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി അവർ പറയുന്നത് കാഫിറാണ്. ഒരു നിസ്കാരത്തിന് മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ദീന പൊളിച്ചവനും കാഫിറുമാണ്. പോരാതെ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നത് കാണാം, ഇത് ലഈഫാണെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളരുത്. ഇത് കേൾക്കുന്നവരെ ഈ ഹദീസ് ലഈഫാണെന്ന് ചിലപ്പോൾ ഈ ഹദീസ് ഹദീസ് നോക്കിയാൽ ലഈഫ് എന്ന് വരാം. പക്ഷേ ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ല അർത്ഥം, നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ റാവികളുണ്ടല്ലോ, റിവായത്ത് ചെയ്ത റാവികളുണ്ടല്ലോ, റാവികളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഇത് നബി തങ്ങൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇത് മൗളൂഅല്ല. മൗളൂഅ് എന്ന് പറഞ്ഞാൽ നബി പറയാത്തത് കെട്ടി ചമച്ചുണ്ടാക്കുന്നതാണ് മൗളൂഅായ ഹദീസുകൾ. അതല്ല ഈ ഹദീസുകൾ. ഈ ഹദീസുകൾ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹ്യയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാ, നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ, ആരെങ്കിലും നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവർ ഈ മജ്ലിസിൽ ഉണ്ടെങ്കിൽ കേട്ടോളൂ. കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണേ, കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണേ. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ, ഉമ്മ നോക്കണില്ല എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതിരിക്കുന്നവർ, പാപ്പ പറയുന്നില്ല എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതിരിക്കുന്നവർ ശ്രദ്ധിച്ചോ. ഇത് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത ആമിദാ, മനഃപൂർവ്വമായി ഒരു മനുഷ്യൻ നിസ്കാരത്തിന് ഉപേക്ഷിച്ചു, ളുഹർ നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഇശാ നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ നിസ്കരിക്കാത്തവനാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബഖിയ ഫിന്നാരി 80 ഹുഖബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിസ്കാരത്തിനും അല്ലാഹു അവനെ ഒരു ഹുഖബയുടെ കണക്കനുസരിച്ച് നരകത്തിലേക്ക് വിധിക്കുന്നതാണ്. ഹുഖബ നബി തങ്ങൾ ഉപയോഗിച്ച പദം അങ്ങനെയാണ്. ഒരു നിസ്കാരത്തിന് ഉപേക്ഷിച്ചാൽ, ളുഹർ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, നിസ്കാരം ഉപേക്ഷിക്കാൻ സംഘടനാ പ്രവർത്തനം എന്നെല്ലാം പറയല്ല. നിസ്കാരം ഉപേക്ഷിക്കാൻ പള്ളി കമ്മിറ്റിയിൽ അംഗമാകുന്നതിന് എന്തെല്ലാം പറയല്ല. മനസ്സിലായോ? നിസ്കാരം ഉപേക്ഷിക്കാൻ പുതിയ വസ്ത്രം മരമനതൊരു മറയാൻ പാടില്ല. കേട്ടോളൂ സഹോദരന്മാരെ, സഹോദരിമാരെ, തങ്ങൾ പറയുകയാണ്, നിസ്കാരത്തിനൊരു മനുഷ്യൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്ക് ഇടാൻ അല്ലാഹു കണക്കാക്കുന്ന വർഷം എങ്ങനെയാണ്? 80 ഹുഖബ, 80 ഹുഖബകൾ അല്ലാഹു അവന്റെ മേലിൽ എഴുതി വെക്കുന്നതാണ്. 80 ഹുഖബ, 80 ഹുഖബ എന്ന് പറഞ്ഞാൽ വൽ ഹുഖബു 80
സന, ഒരു ഹുക്ബ് എന്ന് പറഞ്ഞാൽ 80 വർഷമാണ്. അപ്പോ 80 × 80 എത്രയായി? 1600 അല്ലേ? 80 × 80 അല്ലേ? ഇൻറ്റു ആണ്, പ്ലസ് അല്ല. 80 × 80 എത്ര? 8 64. അപ്പൊ 64 ആകുമ്പോ 640 വർഷം അല്ലാഹു നരകത്തിൽ അവനെ ശിക്ഷിക്കാൻ വേണ്ടി വിധിക്കുന്നതാണ്. ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ 640 വർഷം അല്ലാഹു നരകത്തിൽ അവനെ ഇടാൻ വേണ്ടി വിധിക്കുന്നതാണ്. 10 നിസ്കാരമാണോ അവനിക്ക് ഖളായി പോയത് എങ്കിൽ അല്ലാഹു അവനിൽ വിധിച്ചത് 10 × 640 സമം 6400 കൊല്ലം അവൻ നരകത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവനാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹി അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിക്കുമ്പോൾ ഇന്നത്തെ ഇശാഖ് നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ ഹദീസ് മനസ്സിലേക്ക് വരണം മക്കളെ, വരണട്ടോ. നാളത്തെ സുബ്ഹ് നിസ്കാരം നിസ്കരിക്കാതെയാണ് സൂര്യൻ ഉദിച്ചതെങ്കിൽ ഈ ഹദീസ് മനസ്സിലേക്ക് വരണം. പടച്ച തമ്പുരാനെ 640 കൊല്ലം നരകശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണല്ലോ ഞാൻ. ഓരോ വക്തുകളിലും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റം അല്ലാഹു തരട്ടെ. ഉറക്കെ പറ, അല്ലാഹുവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നൽകണേ അല്ലാഹ്. നീ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നൽകണേ അല്ലാഹ്. ഒരൊറ്റ നിസ്കാരവും ഉപേക്ഷിക്കരുത്. പുണ്യനബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നത് കാണാം. മൻ ലം യുസല്ലി സ്വലാത്തൽ ഫജ്ർ, ആരെങ്കിലും ഫജ്ർ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, എന്നാൽ ലം യകുൻ ഫീ റിസ്ഖിഹി ബറക, അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയില്ല. ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അവന്റെ കച്ചവടം അല്ലാഹു റാഹത്താക്കൂല, അവന്റെ കൃഷിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യില്ല, അവന്റെ ജോലികളിലും അവന്റെ സകലമാന മേഖലകളിലും അല്ലാഹു ബർക്കത്തിനെ എടുത്ത് കളയും, അല്ലാഹു ബർക്കത്ത് നൽകുകയില്ല. വമൻ ലം യുസല്ലി സ്വലാത്തൽ ളുഹ്രി, ഒരു മനുഷ്യൻ ളുഹ്റിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ ലം യകുൻ ഫീ വജ്ഹിഹി നൂർ, അവന്റെ മുഖത്തിൽ നിന്ന് നൂറിനെ അല്ലാഹു എടുത്തു കളയുന്നതാണ്. പ്രകാശത്തിനെ എടുത്തു കളയും. ചില ആൾക്കാരെ മുഖത്തേക്ക് നോക്കിയാൽ അറിയില്ലേ ഈമാൻ വെളിച്ചമില്ലാത്ത ചില ആളുകൾ. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ളുഹ്ർ ഉപേക്ഷിക്കുന്നവനാണോ പിന്നെ നോക്കേണ്ടതില്ല, അവന്റെ മുഖത്തിൽ നിന്ന് പ്രകാശം അല്ലാഹു എടുത്തു കളയുന്നതാണ്. എത്ര പേരല്ലോ ചോദിച്ചിട്ടും കാര്യമില്ല, മുഖത്തൊരു സന്തോഷം കാണില്ല. ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ മുഖമൊക്കെ വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ, ഓൽക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഓൽക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഓൽ നാളെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ നാളെ മുതൽ നോക്കിയാൽ മതി. ഇന്നത്തെ ഒന്നും കള്ളാഹ് വിട്ടണ്ട. നമ്മൾക്ക് പ്രായപൂർത്തിയായോടെ മുതൽ ഈ സമയം വരെ നിസ്കാരം നിർബന്ധമുള്ളവരാണ്. അല്ലാഹു മുഖത്തിൽ നിന്ന് പ്രകാശത്തിനെ എടുത്തു കളയും. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്തിൽ അവരുടെ മുഖത്തിൽ പ്രകാശം ഉണ്ടാകുന്നതല്ല. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരൊറ്റ നിസ്കാരവും ഉപേക്ഷിക്കാതെ നിസ്കാരങ്ങളുടെ കാര്യം ശ്രദ്ധിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ മുഖത്തിൽ അല്ലാഹു പ്രകാശം ഇട്ടുകൊടുക്കുന്നതാണ്. നിസ്കാരമില്ലേ ലം യകുൻ ഫീ വജ്ഹിഹി നൂർ, അവരുടെ മുഖത്തിൽ നിന്ന് പ്രകാശം എടുത്തു കളയും. മുഖത്തിൽ പ്രകാശം ഉണ്ടാകുന്നതല്ല. വമൻ ലം യുസല്ലി സ്വലാത്തൽ അസ്രി, അസ്ർ നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണോ ലം യകുൻ ഫീ അഅ്ബാഇഹി ഖുവ, അവന്റെ അവയവങ്ങൾക്ക് ബലം അല്ലാഹു നൽകുകയില്ല. കാലുവേദന ഉണ്ടാകും, കൈവേദന ഉണ്ടാകും, പുറം വേദന ഉണ്ടാകും. അതാരും നമുക്ക്
നമുക്ക് സിഹർ ചെയ്തതല്ല, അത് കടനേറ് മാത്രമല്ല. മനസ്സിലായോ? അസർ നിസ്കാരത്തിന് ഉപേക്ഷിക്കുന്നവന്റെ കൈകാലുകളുടെ ബലം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. നഊദു ബില്ലാഹ് വലം യുസല്ലി സ്വലാത്തൽ മഗ്രിബി ലം യകുൻ ഫീ തആമിഹി ലല്ലാ. മഗ്രിബ് നിസ്കരിക്കാത്തവനാണോ അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു രുചിയെ എടുത്തു കളയുന്നതാണ്. രുചി എന്നുള്ളത് അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം നല്ല രുചിയോടെ അവന് തൃപ്തിയോടുകൂടെ ഭക്ഷിക്കാൻ അവനെ കൊണ്ട് കഴിയുകയില്ല. എത്ര ആളുകളുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വമൻ ലം യസല്ലി സ്വലാത്തൽ ഇശാ, ഇശാ നിസ്കരിക്കാതെയാണോ കിടന്നുറങ്ങിയത്, ലം യകുൻ മുഅ്മിനൻ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും അവൻ മുഅ്മിനല്ല. അവൻ മുഅ്മിനായിട്ട് ജീവിക്കുകയില്ല, അവൻ മുഅ്മിനായിട്ട് അവൻ മരിക്കുകയില്ല, മുഅ്മിനായിട്ട് ഖബറിലേക്ക് ചെല്ലുകയില്ല. നാളെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന നബി തങ്ങളുടെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ അണിനിരക്കാൻ അവനെ കൊണ്ട് കഴിയുകയില്ല. നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ അവനെ കൊണ്ട് സാധിക്കുന്നതല്ല. അപ്പൊ ഒരു ദിവസത്തെ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ ഭക്ഷണത്തിൽ ബറക്കത്തില്ല, അവന്റെ മുഖത്തിൽ പ്രകാശമില്ല, കൈകാലുകളുടെ ബലം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാവിൽ നിന്ന് ഭക്ഷണത്തിന്റെ രുചിയെ എടുത്തു കളയും. അവൻ മുഅ്മിനല്ല. അങ്ങനെ അവസാനം തങ്ങൾ അവസാനിപ്പിച്ചത് കർശനമാണ്. മക്കളെ, കുഞ്ഞുമക്കളെ ഒരൊറ്റ വക്ത് ഒഴിവാക്കരുത്. പാപ്പാരെ നിസ്കരിക്കാത്തവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം പശിയോട്. മറ്റ് നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയോട് പറയണം, നിസ്കാരം ഖളാക്കിയിട്ട് ഭക്ഷണം വിളമ്പിത്തരല്ലേ. പറയാൻ കഴിയും മക്കൾക്ക്. മക്കളൊന്ന് ശ്രമിച്ചു നോക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിക്കരുത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് തന്നെയാണ് നബി തങ്ങൾ പറയുന്നത്. ഖാല നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ലു ബിസ്സലാത്തി ഖബ്ലൽ ഫൗത്ത് വഅജ്ലു ബിത്തൗബത്തി ഖബ്ലൽ മൗത്ത്. മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, മരിക്കുന്നതിന്റെ മുമ്പായി നിങ്ങൾ തൗബയെ ഉണരിപ്പിക്കണം. എപ്പോഴാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുക എന്നറിയില്ല. നിസ്കാരം നഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പായി നിസ്കരിച്ച് വേഗം വീട്ടിക്കളയണം. മനസ്സിലായില്ല? നിൽക്കരുത്, വേഗം നിസ്കരിക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉറക്കെ പറ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ബാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ നടത്തണം, വേഗം ജമാഅത്തിന് പോകണം. മനസ്സിലായിട്ടില്ല? ഇപ്പൊ ഇശാ ആയതുകൊണ്ടാണ് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം വേഗം ജമാഅത്ത് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ജമാഅത്ത് ഒറ്റ കുട്ടിയും ജമാഅത്ത് ഉപേക്ഷിച്ചിട്ട് ജമാഅത്ത് ഒഴിവാക്കിയിട്ട് പോകരുത്. ബാങ്ക് കേട്ടിട്ട് ജമാഅത്തിന് പങ്കെടുക്കാത്ത മനുഷ്യന്മാർ നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ് എന്ന് പറയും. ബാങ്ക് കൊടുത്തിട്ട് പള്ളിക്ക് വരാത്ത മനുഷ്യന്മാർ. പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചോനാണ് അത് വിളിപ്പിച്ചത്. അല്ലേ? മല്ലാക്കാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദിനെ അറിയിച്ചു കൊടുത്തതാണ്. അല്ലേ? അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദിനോട് ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിൽ നിസ്കാരത്തിലേക്ക് മനുഷ്യന്മാരെ വിളിക്കാൻ ഇങ്ങനെ പറയണം എന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ ശബ്ദമാണത്. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മല്ലാക്കമാര് ആ പണി ഏറ്റെടുക്കുന്നത്. ആ പണി മല്ലാക്കമാർ ഏറ്റെടുത്തത് കൊണ്ടാണ് മല്ലാക്കമാർക്ക് അല്ലാഹു ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത്. ചില്ലറക്കാരല്ല ബാങ്ക് കൊടുക്കുന്ന ആളുകൾ, വലിയ മനുഷ്യന്മാരാണ് അവര്. ആ വിളിയാണ് ഹയ്യ അലസ്സലാഹ്. എന്ത് പണിയാണെങ്കിലും നിർത്തിവെച്ചിട്ട് നിസ്കാരത്തിലേക്ക് വരൂ മനുഷ്യന്മാരെ. എന്ത് പണിയാണെങ്കിലും അതവിടെ നിർത്തിവെക്കും തൽക്കാലം. എന്നിട്ട്
എന്തൊന്ന് വരി നിസ്കാരത്തിലേക്ക് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് കടന്നവരോ മനുഷ്യന്മാരെ. പണിയൊക്കെ അവിടെ നടത്തി വെക്കി, തിരക്കൊക്കെ അവിടെ നടത്തി വെക്കി, സ്കാരത്തിലേക്ക് ഓടി വരൂ, സ്കാരത്തിലേക്ക് ഉളരി വരൂ എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ നിസ്കരിക്കാൻ പോകാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുകയാണ്. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു സല്ലിമൂ അലൽ യഹൂദ്, വേണമെങ്കിൽ നിങ്ങൾ ജൂതന്മാരോട് സലാം പറഞ്ഞോളൂ, വേണമെങ്കിൽ ഒരു ജൂതനെ കണ്ടാൽ സലാം പറഞ്ഞോളൂ. ഇസ്ലാമിന്റെ ശത്രുക്കളായ നസ്വാറാക്കളോട് നിങ്ങൾ സലാം പറഞ്ഞോളൂ, നസ്രാണികളോട് നിങ്ങൾ സലാം പറഞ്ഞോളൂ, വേണമെങ്കിൽ ജൂതന്മാരോട് സലാം പറഞ്ഞോളൂ. വലാ തുസല്ലിമൂ അലൽ യഹൂദി വന്നസ്വാറാ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ചില ജൂതന്മാരുണ്ട്, എന്റെ ഉമ്മത്തിൽ ചില നസ്രാണികളുണ്ട്, അവരോട് നിങ്ങൾ സലാം പറയരുത്. അവരെ കണ്ടാൽ നിങ്ങളുടെ കൈ അവർക്ക് കൊടുക്കരുത്, അവരെ കണ്ടാൽ അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയരുത്. എന്റെ ഉമ്മത്തീങ്ങളിലുള്ള ജൂതന്മാരാണവർ, എന്റെ ഉമ്മത്തീങ്ങളിലുള്ള നസ്രാണികളാണവർ. അപ്പയാണ് സഹാബത്ത് ചോദിക്കുന്നത്, മൽ യഹൂദു വന്നസ്വാറാ, പുന്നാര നബിയേ അങ്ങേരുടെ ഉമ്മത്തീങ്ങളിലും നസ്രാണികളും ജൂതന്മാരും ഉണ്ടോ? അപ്പം നബി തങ്ങൾ പറയുന്നു അല്ലദീന യസ്മഊനൽ അദാൻ വലാ യഹ്ദുറൂനൽ ജമാഅ. എന്റെ ഉമ്മത്തീങ്ങളിലുള്ള ജൂതന്മാരാരെന്നറിയോ? എന്റെ ഉമ്മത്തീങ്ങളിലുള്ള നസ്രാണികളാരെന്നറിയോ? ബാങ്കിന് അവര് കേൾക്കുന്നുണ്ട്, വീട്ടിലേക്ക് അവര് ബാങ്ക് കേൾക്കുന്നുണ്ട്, അങ്ങാടിയിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ട്, ജോലി സ്ഥലങ്ങളിലേക്ക് ബാങ്കിന് അവര് കേൾക്കുന്നുണ്ട്. പക്ഷേ വലാ യഹ്ദുറൂനൽ ജമാഅ, പള്ളിയിലേക്ക് അവർ ജമാഅത്തിന് വരുന്നില്ല. അവരെന്റെ മതത്തിലുള്ള ജൂതന്മാരാണ്, അവരെന്റെ മതത്തിലുള്ള നസ്രാണികളാണ്, അവരോട് നിങ്ങൾ സലാം പറയരുതെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. എനിക്ക് കേട്ടോളനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പം ജമാഅത്തിന് പുറപ്പെടാൻ പുണ്യനബി തങ്ങൾ പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സമിഅൽ അദാൻ, ആരെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ വലം യഹ്ദുറിൽ ജമാഅ, അവൻ ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഫകഅന്നമാ സനാ മഅ ഉമ്മിഹി അൽഫ മറ, 1000 തവണ അവന്റെ ഉമ്മയോടുകൂടെ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. മനസ്സ് കൊടുത്താമീൻ പറ. പടച്ചോനെ, ഞങ്ങൾക്കൊരൊറ്റ നിസ്കാരവും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്. ആണുങ്ങളെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ ആവേശത്തോടെ, ആഗ്രഹത്തോടെ, ആർത്തിയോടെ, വല്ലാത്ത സന്തോഷത്തോടുകൂടെ ജമാഅത്തിന് പങ്കെടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറഞ്ഞോളൂ, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വന്നാൽ, ഖിയാമത്ത് നാളിൽ കോടാനുകോടി വരുന്ന ജീവജാലങ്ങളെയും മനുഷ്യന്മാരെയും അല്ലാഹു മഹ്ശർ എന്ന കോടതിയിലോട്ട് നിർത്തിക്കഴിഞ്ഞാൽ യഖ്റുജു മിൻ ജഹന്നമ ഹയ്യത്തുൻ ഇസ്മുഹാ ജുറൈഷ്. മറന്നു പോകല്ലേ കൊച്ചുമക്കളെ, മറന്നു പോകല്ലേ ഉമ്മമാരെ, മറന്നു പോകരുതേ പിതാക്കളെ,
കടന്നു വന്നാൽ, മഹ്ശറാബൻ സഭയിലോട്ട് ജനങ്ങളെല്ലാവരും അങ്ങ് കടന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അഗ്നിയിൽ വെച്ചുകൊണ്ട് ജുറൈഷ് എന്ന പേരുള്ള ഒരു വലിയ പാമ്പിനെ അല്ലാഹു മഹ്ശറയിലേക്ക് കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാമ്പ് നാളെ മഹ്ശറയിലേക്ക് വരും. ജുറൈഷ്, അതിന്റെ പേര് തന്നെ ജുറൈഷാണ്. ജുറൈഷ് എന്ന അതിന്റെ പേര്. പുണ്യനബി തങ്ങൾ പറയുകയാണ്, അതിന്റെ തലയുണ്ടല്ലോ ഏഴാകാശങ്ങളുടെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തലയുള്ള പാമ്പാണ്. മനസ്സിലായോ? അല്ലാഹുവേ, ഇത് ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആരോടാണെന്നറിയോ? മുസ്ലിമീങ്ങളോടാണ്, നമ്മളോടാണ്. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അല്ലാഹുവേ റാഹത്ത് നൽകണേ അല്ലാഹ്. പിന്നെ നബി തങ്ങൾ പറയാ, വലനബുഹാദിന്റെ വാലുണ്ടല്ലോ ഏഴാം ഭൂമിയുടെ അടിയിലാണ് എന്ന് പറഞ്ഞാൽ അത്രയും കൂറ്റനായ ഒരു പാമ്പാണ്. ആ പാമ്പിന്റെ പേര് ജുറൈഷ് എന്നാണ്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയഖൂലു ലഹാ ജിബ്രീലു മാദാ തത്ലുബു യാ ജുറൈഷ്. അല്ല ജുറൈഷേ, നരകത്തിൽ നിന്ന് എന്തിനാണ് അങ്ങോട്ട് ഇറങ്ങി വന്നത്? ആളുകളൊക്കെ മഹ്ശറയിലേക്ക് വന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ. എല്ലാ ജീവജാലങ്ങളും മഹ്ശറയിലേക്ക് റബ്ബിന്റെ കോടതിയിലേക്ക് ഹിസാബിന് വേണ്ടി കടന്നു വരുന്നല്ലേ ഉള്ളൂ. എന്താണ് തേടിയിട്ട് ആരെന്മാർ ഉദ്ദേശിച്ചാണ് ഇറങ്ങി വന്നത്? നരകത്തിൽ നിന്നെന്തിനാണ് ഇറങ്ങി വന്നത്? ആ സമയത്തിലാണ് കാലത്ത് ജുറൈഷ് പറയുന്നത്, അഞ്ച് പേരെ ഞാൻ തരയുകയാണ്. നബി തങ്ങളുടെ ഉമ്മത്തികളിൽ നിന്നുള്ള അഞ്ചാളുകളെ ഞാൻ തരയുകയാണ്. അവരെ പിടിച്ചിട്ടേ ജുറൈഷ് മടങ്ങി പോകൂ, അവരാക്രമിച്ചിട്ടേ ജുറൈഷ് പോകൂ. അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ സ്വതക കൊടുത്തിട്ട് കാര്യമില്ല, അവരെത്ര തന്നെ നന്മ ചമഞ്ഞിട്ട് കാര്യമില്ല, അവരെ പിടിച്ചേ ഞാൻ പോകൂ. അപ്പൊ ആരൊക്കെയാണ് ജുറൈഷേ? അഞ്ച് വിഭാഗം മനുഷ്യന്മാർ ചാരയെ തേടിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വിഷമുള്ള, കണ്ടാൽ പേടി തോന്നുന്ന, അതിന്റെ ചുണ്ടുകൾ പടിഞ്ഞാറും കിഴക്കിന്റെയും അത്രയുള്ളതാണ്. അതിന്റെ മേലെ ചുണ്ടും അതിന്റെ താഴെ ചെറിയുമായുള്ള അകലം അത്രയാണ്. അതുമായിട്ട് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ വല്ലാത്ത ഗാംഭീര്യത്തോടുകൂടെ അഞ്ച് വിഭാഗം ആളുകളെ തിരയുകയാണ്. ആരൊക്കെയാണ് അഞ്ച് വിഭാഗം എന്നറിയോ? ഒന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്. രണ്ട് സകാത്ത് കൊടുക്കാത്തവനാണ്. മൂന്ന് കള്ള് കുടിക്കുന്നവനാണ്. നാല് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ്. അഞ്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ദുനിയാവ് സംസാരിക്കുന്ന മനുഷ്യന്മാരാണ്. അല്ലാഹുവേ കാക്കണേ റബ്ബേ, കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മനസാന്തരങ്ങളിലേക്ക് ഉപേക്ഷിക്കല്ലേ, ഒഴിവാക്കല്ലേ. പടച്ചതമ്പുരാനാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാഹ്. ഒരു ചാൻസുമില്ല നിസ്കാരം ഉപേക്ഷിക്കാൻ, ഒരു ചാൻസുമില്ല. ബുദ്ധി സ്ഥിരത ഉണ്ടോ? നിസ്കരിക്കണം. നിൽക്കാൻ കഴിയൂലേ? ഇരിക്കണം. ഇരിക്കാൻ കഴിയൂലേ? കടക്കാൻ കഴിയൂലേ? ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കണം. അങ്ങനെ കഴിയൂലേ? മനസ്സിൽ നിസ്കരിക്കണം. ഉപേക്ഷിക്കാൻ ഒരു വഴിയില്ല. ബുദ്ധിയുണ്ടോ? അത് നിലനിർത്തണം. അത് ഉപേക്ഷിച്ചിട്ടൊരു കളി പറ്റില്ല. അല്ലാഹു അങ്ങനെയുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്നാൽ കേട്ടോളൂ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനിക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് ഉമ്മ
ഉമ്മമാരെ ശ്രദ്ധിച്ചോ, ഭക്ഷണം പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ, മക്കൾ നിസ്കരിച്ചിട്ടില്ല, ഭർത്താവ് നിസ്കരിച്ചിട്ടില്ല, ഭാര്യ നിസ്കരിക്കാത്തവളാണ്, അല്ലെങ്കിൽ അയൽവക്കക്കാർ നിസ്കരിക്കാത്തവരാണ്, അവർക്കൊരു പിടി ഭക്ഷണം കൊണ്ടു കൊടുത്താൽ, നിസ്കരിക്കാത്തവരെന്ന് പറഞ്ഞാൽ മറ്റു മതക്കാരല്ല, മറ്റു മതക്കാർ ഞാൻ പറഞ്ഞില്ല നിസ്കാരം നിർബന്ധമില്ലാത്തവരാണ്, അവരെ ബഹുമാനിക്കണം, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരട്ടെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മുസ്ലിമായിട്ട് നിസ്കരിക്കാത്ത ആളുകൾ, ഒരു മനുഷ്യൻ ഒരു പിടി ഭക്ഷണം കൊടുത്തുകൊണ്ട് അവനെ ആരെങ്കിലും ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബയെ ഒരു മനുഷ്യൻ പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമോ അതേപോലെയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ സഹായിച്ചവർക്ക് അല്ലാഹു കൊടുക്കുക എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു. ഇത് വേണ്ട, ദർസിലൊക്കെ ഫസ്റ്റ് കാലത്ത് 10 കിതാബ് ഓതുമ്പോ അല്ലെങ്കിൽ 40 ഹദീസ് നമ്മൾ ഓതാറുണ്ട്, അതിലും ഹദീസ് വരാറുണ്ട്. അതുകൊണ്ടായിരുന്നു നമ്മുടെ വാപ്പമാരൊക്കെ ഒരു വർത്താനം പറഞ്ഞിരുന്നു, ഇത് നിസ്കരിക്കാൻ ഒരു പിടി ചോറ് കിട്ടും വിചാരിക്കില്ല, പറയാറില്ലായിരുന്നു. ഇപ്പൊ ആര് പറയണം, മനസ്സിലായിട്ടില്ലേ? അല്ലാഹു നമുക്ക് അവരെ സഹായിക്കരുത്. ഇതൊക്കെ നമ്മൾ കർശനാക്കേണ്ടത് എവിടെയെന്നറിയോ? അയൽവക്കത്തല്ല, നമ്മുടെ വീട്ടിൽ കർശനാക്കി കൊണ്ടുവരണം. നടക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഅബയെ പൊളിച്ചവനെ പോലെയാണ് ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അമ്പിയാക്കന്മാരെ കൊന്നതിന്റെ സമമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാരെ സഹായിക്കുന്ന ആളുകൾ അമ്പിയാക്കന്മാരെ കൊന്നതിന്റെ സമമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അവ്വലു ആദമോ വആഖിറുഹു അനാ. പുണ്യ നബി പറയാണ്, അതിന്റെ ആദ്യം ആദം നബിയാണെങ്കിൽ അതിന്റെ അവസാനം ഞാൻ വരെയാണ്. എന്നെ വരെ കൊന്നതിന്റെ സമമാണ് നിസ്കരിക്കാത്തവന്റെ സൗകര്യം ചെയ്തു കൊടുക്കുക. അത് നമ്മുടെ വീട്ടിലൊരു കർശനാക്കി കൊണ്ടുവരണം, ഒരു നിയമമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയും പോരാരവിധങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ നിസ്കരിക്കാത്തവരെ സഹായിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, വബ്തലാഹു അല്ലാഹു തആല ബിസലാത്തി ബലിയാത്തി. 3 വിപത്തുകൾ കൊടുത്ത് അല്ലാഹു പരീക്ഷിക്കുന്നതാണ് നിസ്കരിക്കാത്ത മക്കളെ. ഒരു നിസ്കരിച്ചോന്ന് പോലും ചോദിക്കില്ല, വരുമ്പോഴത്തേക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് റെഡിയാക്കിണ്ടാവും. അങ്ങനെ തന്നെ ഒരു ഗൗരവത്തിലെടുക്കാതെ 3 കാര്യം കൊടുത്ത് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ്? അൽ അവ്വലു, ഒന്നാമത്തേത് യർഫഉ അല്ലാഹുൽ ബറക, ബർക്കത്തിനെ അല്ലാഹു ഉയർത്തിക്കളയുന്നതാണ്. ബർക്കത്തിനെ അല്ലാഹു ഭക്ഷണത്തിലുള്ള ബർക്കത്ത് ഉയർത്തും. ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയൂല, പഞ്ചസാര കൂട്ടാൻ കഴിയൂല, ഷുഗറാണ്, ഇറച്ചി കൂട്ടാൻ കഴിയൂല, യൂറിന്റെ പ്രശ്നമുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോരോ അല്ലാഹു എടുത്തു കളയുന്നതാണ് ഭക്ഷണത്തിലുള്ള ബർക്കത്ത്. എല്ലാ ബർക്കത്തും വീട്ടിൽ നിന്ന് ബർക്കത്തിന് അല്ലാഹു എടുത്തു കളയും. വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകൂല. അങ്ങനെ ഭക്ഷണം ഇത് നിസ്കരിക്കാതിരുന്നാൽ മാത്രമല്ല, നിസ്കരിക്കാത്ത ആളുകളെ സഹായിച്ചാൽ പോലും ബർക്കത്തിന് അല്ലാഹു എടുത്തു കളയും. വീട്ടിൽ നിന്ന് ബർക്കത്തെടുത്ത് കളയും, ജോലിയിൽ നിന്ന് ബർക്കത്തെടുത്ത് കളയും, മരുന്നിൽ നിന്ന് വരെ ബർക്കത്തെടുത്ത് കളയുന്നതാണ്. ചെറിയൊരു ജലദോഷം വന്നിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ബർക്കത്തെടുത്ത് കളയും. എല്ലാത്തിലും
അല്ലാഹു ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. വബതലാഹു അല്ലാഹു തആല ബിസലാസി ബലിയാത്ത്, മൂന്നാഫത്തുകൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. അല്ലവ്വലു യർഫഉല്ലാഹുൽ ബറക മിന റിസ്ഖി, ഭക്ഷണത്തിൽ നിന്ന് അല്ലാഹു ബർക്കത്തിനെ എടുത്തു കളയും. വസ്സാനി, രണ്ടാമത്തേത് യുസല്ലിതുല്ലാഹു തആല അലൈഹി അമീറൻ ജാഇറാ ലാ യർഹമുഹു, ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഡൽഹിയിൽ പോയി സമരം ചെയ്താലും ഒരു കുലുക്കവും ഭരണാധികാരികളുണ്ടാകൂല. അങ്ങനത്തെ ഭരണാധികാരികളെ അല്ലാഹു അവരുടെ മേൽ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. നബി തങ്ങൾ പറയാ യുസല്ലിതുല്ലാഹു തആല അലൈഹി അമീറൻ ജാഇറൻ ലാ യർഹമുഹു, ഒരു കൃപയുടെ അല്പം പോലും ഇല്ലാത്ത ചില ഭരണാധികാരികളെ നിങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാൻ അല്ലാഹു നിയമിക്കുന്നതാണ്. അതിന്റെ നിങ്ങൾക്ക് ഭരിക്കാനുള്ള പ്രധാനമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ, അതുപോലെ തന്നെ മറ്റുള്ള മന്ത്രിമാരെ, അതുപോലെ തന്നെ മറ്റുള്ള സേവകരെ എല്ലാവരെയും അല്ലാഹു അക്രമകാരികളെ കൊണ്ടുവരുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബി തങ്ങൾ പറഞ്ഞതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റം വരൂല. നിസ്കരിക്കാൻ ഞാനല്ല, നിസ്കരിക്കാത്തോലെ സഹായിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് നിസ്കരിക്കാത്ത മനുഷ്യന്മാർക്ക്, മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ആർക്കാണെങ്കിലും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാര് ദുനിയാവിൽ നിന്നവരെ വിട പറഞ്ഞു പോകുക. ഈമാനില്ലാതെയായിരിക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സീൻ ഹബീബില്ലാഹ്. പടച്ചോനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ, ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന്, മനസ്സ് തുറന്നുകൊണ്ട് കേൾക്കണം. ചെവി മാത്രം തുറന്നാ പോരാ, മനസ്സ് തുറന്നിട്ട് കേൾക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിനെ നന്നാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉറക്കാമിയം പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹാനായ ഉസ്താദിന്റെ കറാമത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഉസ്താദിന്റെ നേർച്ചയാണ് വരാനിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ അന്തസ്സായിരുന്നു മഹാനായ ഉസ്താദ്, നമ്മുടെ നാടിന്റെ വിളക്കായിരുന്നു ഉസ്താദ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒന്ന് ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരു അഭയ കേന്ദ്രമായിരുന്നു ശൈഖുന ഉസ്താദ്. ഇന്ന് നമ്മുടെ കൂടെയില്ല, എന്നിരുന്നാലും ആത്മീയമായ ഒരു നോട്ടം നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഈ പള്ളിയിലുണ്ട്, നിങ്ങളുടെ വീടുകളിലുണ്ട്, നിങ്ങളുടെ ഒപ്പം ഉസ്താദിന്റെ ഒരു ആത്മീയമായ ഒരു ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സദസ്സിന് ഇത്രയും പ്രാധാന്യവും മഹത്വവും ഒക്കെ ഉള്ളത്. മഹാനായ ഉസ്താദിന്റെ ഒരു പ്രത്യേകമായ ഒരു ആത്മീയ ഇടപെടലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെന്നും ഇവിടെ നിലനിർത്തി തരട്ടെ.